അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ആദ്യ ടെസ്റ്റിനുള്ള ടോസ് വീഴുന്നതിന് മുൻപ് തന്നെ ഏതാണ്ട് കാര്യങ്ങൾ വ്യക്തമായിരുന്നു. ഓസീസിനോട് സ്വന്തം മണ്ണിൽ 3-0 ടെസ്റ്റ് പരമ്പര വൈറ്റ് വാഷ് ചെയ്യപ്പെടുകയും അതിൽ ഒരു ഇന്നിംഗ്സിൽ 27 റൺസിന് ഓൾ ഔട്ട് ആവുകയും ചെയ്ത കഴിഞ്ഞ ആഴ്ച മാത്രം അസോസിയേറ്റ് രാജ്യമായ നേപ്പാളിനോട് T20 പരമ്പര കൈവിട്ട വിൻഡീസ് ഇന്ത്യക്കെതിരെ എന്ത് കാണിക്കാനാണ് എന്നതായിരുന്നു ക്രിക്കറ്റ് പ്രേമികളുടെ ചോദ്യം. അതുകൊണ്ട് തന്നെ ഓസീസിനെതിരെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലും ഇംഗ്ലണ്ടിനെതിരെ ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫിയിലും കളത്തിന് പുറത്തും കണ്ട വീറും വാശിയും വിൻഡീസിനെതിരെ കാണാനായില്ല. ഇന്ത്യൻ നിരയിൽ നിരവധി താരങ്ങൾക്ക് വ്യക്തിഗത റെക്കോർഡിടാനായതും വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിന് ഒരു പടി മുന്നിലെത്താനായതുമാണ് നേട്ടം. വിൻഡീസിന്റെ ആദ്യ ഇന്നിംഗ്സ് സ്കോറായ 162 റൺസ് പിന്തുടർന്ന ഇന്ത്യ 5 വിക്കറ്റ് നഷ്ടത്തിൽ മാത്രം നേടിയത് 448 എന്ന ബ്രഹ്മാണ്ഡ ടോട്ടലാണ്. ഓപ്പണർ KL രാഹുലും ധ്രുവ് ജുറേലും രവീന്ദ്ര ജഡേജയും സെഞ്ചുറി തികച്ചപ്പോൾ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ അർദ്ധ സെഞ്ചുറി നേടി. നീണ്ട 9 വർഷങ്ങൾക്ക് ശേഷം സ്വന്തം മണ്ണിൽ നേടിയ സെഞ്ചുറി എന്ന നിലയിൽ രാഹുലിന് ഈ സെഞ്ചുറി വളരെ സ്പെഷ്യൽ ആയിരുന്നു. പരിക്കേറ്റ ഋഷഭ് പന്തിന് പകരമായി എത്തിയ ധ്രുവ് ജുറേൽ പന്തിന്റെ കുറവ് കാണിക്കാതെ തന്നെ കളിച്ചു. രാജ്യത്തിനായുള്ള കന്നി ടെസ്റ്റ് സെഞ്ചുറി നേട്ടം കാർഗിൽ പോരാളി കൂടിയായിരുന്ന അച്ഛനും ആർമിക്കും സല്യൂട്ട് അർപ്പിച്ചാണ് ജുറേൽ ആഘോഷിച്ചത്. ഇംഗ്ലണ്ടിൽ അപാര ഫോമിൽ ബാറ്റ് വീശിയ ജഡേജ 36-ാം വയസ്സിലും തന്റെ വാളിന്റെ മൂർച്ച കാണിച്ചു. ടെസ്റ്റിൽ അടിച്ചുകൂട്ടിയ സിക്സറുകളുടെ റെക്കോർഡിൽ മഹേന്ദ്ര സിംഗ് ധോണിയെയും താരം മറികടന്നു. ക്യാപ്റ്റൻ ബാറ്റൺ കയ്യിലെടുത്ത ശേഷമുള്ള തന്റെ അപാര ഫോം കൈവിട്ടിട്ടില്ലെന്ന് ഗില്ലും തെളിയിച്ചു. മത്സരത്തിന്റെ 3-ാം ദിനം തുടക്കത്തിൽ തന്നെ ഡിക്ലെയർ ചെയ്യാനുള്ള ഇന്ത്യയുടെ തീരുമാനം കൃത്യമായിരുന്നു. നിലവിൽ തന്നെ 286 റൺസ് ലീഡുള്ള ഇന്ത്യക്ക് അത് തന്നെ ധാരാളമായിരുന്നു ജയിക്കാൻ. 2-ാം ഇന്നിംഗ്സിൽ വിൻഡീസിന്റെ ചെറുത്തുനിൽപ്പ് അങ്ങനെ 146 റൺസിൽ അവസാനിച്ചു. ഇന്ത്യ ഇന്നിംഗ്സിന്റെയും 140 റൺസിന്റെയും ജയം നുണഞ്ഞു. ഇരു ഇന്നിംഗ്സിൽ നിന്നുമായി 7 വിക്കറ്റ് നേടിയ സിറാജ് ഇംഗ്ലീഷ് മണ്ണിലായാലും ഇന്ത്യൻ മണ്ണിലായാലും തനിക്ക് ഒരുപോലെ എന്ന പ്രഖ്യാപനവും നടത്തി. ബുംറയും കുറവ് വരുത്തിയില്ല. കുൽദീപും ജഡേജയും സ്പിൻ കൊണ്ടും കരീബിയന്മാരെ വട്ടം കറക്കി വിക്കറ്റ് കയ്യിലെടുത്തു. ഏതായാലും ജയത്തോടെ 2 മത്സരങ്ങളടങ്ങിയ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യ 1-ന് മുന്നിലായി. ഒക്ടോബർ 10 മുതൽ ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് 2-ാം മത്സരം ആരംഭിക്കുന്നത്. അവിടെ വെസ്റ്റ് ഇൻഡീസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കുമോ? കാത്തിരുന്ന് കാണാം.